ഓഗസ്റ്റ് 2 ശനിയാഴ്ച. മത്തായി 14:1-12 വരെ വാക്യങ്ങൾ. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഫാദർ സ്റ്റാനിസ്ലോസ് ലൂർദ് സ്വാമി SJ ഒരു ഇന്ത്യൻ കത്തോലിക്ക ജസ്വീറ്റ് പുരോഹിതനും പതിറ്റാണ്ടുകളായി ആദിവാസി അവകാശ പ്രവർത്തകനുമായിരുന്നു. 2018 ഭീമ കൊറേഗാവ് ആക്രമണത്തിൽ പങ്കുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റുമായുള്ള ബന്ധം ഉണ്ടെന്നും ആരോപിച്ച് 2020 ഒക്ടോബർ 8 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം സ്വാമിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു. പാർക്കിൻസൺസ് രോഗബാധിതനായ സ്വാമി മെഡിക്കൽ കാരണങ്ങളാൽ ജാമ്യത്തിനായി അപേക്ഷിച്ചു. പക്ഷേ പലതവണ അത് നിരസിക്കപ്പെട്ടു. ജയിലിൽ വെച്ച് അദ്ദേഹം പലതവണ വീണു. 2 ചെവികളിലും കേൾവിക്കുറവ് അനുഭവപ്പെട്ടു. പല ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. പാർക്കിൻസൺസ് കാരണം ഒരു ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജയിലിലിരുന്ന് ഒരു സിപ്പറും സ്ട്രോയും നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വഷളാവുകയും 2021 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഫാദർ സ്വാമി അധികാരത്തിലിരിക്കുന്നവരുടെ ക്രൂരതയുടെ ആധുനിക ഇരയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന കഥാപാത്രം ഹെറോദസ് ആണ്. ഹെറോദസ് യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, ഒടുവിൽ വധിച്ചു. ഹെറോദസ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വെപ്പാട്ടിയായി സ്വീകരിച്ചതിന് യോഹന്നാൻ ഹെറോദസിനെ വിമർശിച്ചതിനാലാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇത് നിയമവിരുദ്ധമാണെന്ന് യോഹന്നാൻ ഹെറോദസിനോട് പറഞ്ഞു. എന്നാൽ ഹെറോദസ് അത് ശ്രദ്ധിച്ചില്ല. യോഹന്നാനിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹം ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ ആവശ്യമായ ധൈര്യത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് സ്നാപയോഹന്നാൻ്റെ കഥ. ഹെറോദസ് ആൻറ്റിപ്പാസ് ഉൾപ്പെടെയുള്ള അധികാരത്തിലിരിക്കുന്നവരുടെ ധാർമ്മിക പരാജയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് യോഹന്നാൻ സത്യം ധൈര്യത്തോടെ പ്രഘോഷിച്ചു. അപകട സാധ്യതകൾ അറിയാമായിരുന്നിട്ടും യോഹന്നാൻ ദൈവത്തിൻ്റെ സന്ദേശത്തോടുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിന്നു. ഒടുവിൽ അദ്ദേഹത്തെ അത് തടവിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും നയിച്ചു. യോഹന്നാൻ്റെ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ധൈര്യമുള്ളവരായിരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. യോഹന്നാൻ്റേതുപോലുള്ള വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നാം നേരിടുന്നു. പ്രയാസകരമോ ജനപ്രീതി ഇല്ലാത്തതോ ആയ അവസരത്തിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ യോഹന്നാൻ്റെ മാതൃക നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. സത്യത്തോടും നീതിയോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയുന്ന ശക്തമായ ഒരു സാക്ഷ്യമാണ് എന്നാണ്. മാത്രമല്ല, യോഹന്നാൻ്റെ കഥ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിന് പലപ്പോഴും ത്യാഗം ആവശ്യമാണ്. അത് കഷ്ടപ്പാടുകൾ കൊണ്ടുവന്നേക്കാം. വലിയ പ്രതിഫലവും അത് നൽകും. മരണം വരെ പോലും യോഹന്നാൻ്റെ വിശ്വസ്തത ദൈവം നമ്മെ വിളിക്കുന്ന തരത്തിലുള്ള സമർപ്പണത്തെ ഉദാഹരണമാക്കുന്നു. നമ്മുടെ സ്വന്തം പ്രതിബദ്ധതയെ വിലയിരുത്താനും എന്ത് വില കൊടുത്തും ക്രിസ്തുവിനെ അനുഗമിക്കാൻ നാം തയ്യാറാണോ എന്ന് ചോദിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. പലപ്പോഴും
വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് ദൈവരാജ്യത്തിനു വേണ്ടി ഉറച്ച സാക്ഷികളാകാൻ യോഹന്നാൻ്റെ ധൈര്യം നമ്മെ വിളിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും യോഹന്നാനെപ്പോലെ ശരിയായതിനു വേണ്ടി നിലകൊള്ളുന്നതിലൂടെ നമുക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ എന്തായാലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെയും വിശ്വസത്തോടെയും ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ